ഒരു വർഷം മുമ്പ് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രോമാഞ്ചം. മുൻവിധികളെ എല്ലാം മാറ്റിമറിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ആ ചിത്രത്തിൽ സൗബിൻ ഷാഹിറും കൂട്ടരും നിറഞ്ഞാടി. 70 കോടിയോളമായിരുന്നു ആ ചിത്രത്തിന്റെ കളക്ഷൻ. രോമാഞ്ചം വന്ന് ഒരു വർഷം പിന്നിട്ടപ്പോൾ മറ്റൊരു ഹിറ്റിന് കൂടി സൗബിൻ സാക്ഷിയായിരിക്കുകയാണ്. അതും ഫെബ്രുവരിയിൽ തന്നെ. സിനിമയുടെ പേര് മഞ്ഞുമ്മൽ ബോയ്സ്. ആദ്യ ഷോ മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം 100 കോടിക്കരികെ എത്തി നിൽക്കുകയാണ്. പ്രേമത്തിലെ PT മാസ്റ്റർ മുതൽ മഞ്ഞുമ്മൽ ബോയ്സിലെ കുട്ടേട്ടൻ വരെ എത്തി നിൽക്കുമ്പോൾ സൗബിൻ എന്ന നടന്റെ തലവര തന്നെ മാറിയെന്ന് പറയാം. സൗബിന്റെ അപാര പ്രകടനം മലയാളി പ്രേക്ഷകരെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തുകയാണ്. സഹസംവിധായകനായി എത്തി ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള താരമായി മാറിയ കഥയാണ് സൗബിന് പറയാനുള്ളത്. 2003-ൽ സിദ്ദിഖിന്റെ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ സഹസംവിധായകനായാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് ഫാസിൽ, റാഫി മക്കാട്ടിൻ, P. സുകുമാർ, സന്തോഷ് ശിവൻ, രാജീവ് രവി, അമൽ നീരബ് തുടങ്ങിയ സംവിധായകർക്കൊപ്പവും അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചു. ഫാസിലിന്റെ കയ്യെത്തും ദൂരത്ത്, പാണ്ടിപ്പട, ഉറുമി, ഡാ തടിയ എന്നീ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങളിൽ സൗബിൻ സ്ക്രീനിൽ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. അന്നയും റസൂലും എന്ന ചിത്രത്തിലാണ് സൗബിൻ ആദ്യമായി ഒരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു നടൻ എന്ന രീതിയിൽ സൗബിന് ശ്രദ്ധ നേടിക്കൊടുത്തത് പ്രേമത്തിലെ PT അധ്യാപകന്റെ വേഷം തന്നെയാണ്. ചാർലി, മഹേഷിന്റെ പ്രതികാരം, കലി, കമ്മട്ടിപ്പാടം, അനുരാഗ കരിക്കിൻ വെള്ളം, മായാനദി, വൈറസ്, വികൃതി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ട്രാൻസ്, ഇരുൾ, ഭീഷ്മപർവം തുടങ്ങി ഒരു പിടി നല്ല ചിത്രങ്ങളിൽ അദ്ദേഹം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കുമ്പളങ്ങി നൈറ്റ്സിലെ ആ കഥാപാത്രത്തെ എങ്ങനെ മറക്കാനാകും ഒരു മലയാളി പ്രേക്ഷകന്? സൗബിൻ ആദ്യമായി നായകനായി എത്തിയത് സുഡാനി ഫ്രം നൈജീരിയയിലാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. മഹേഷിന്റെ പ്രതികാരം, സുഡാനി ഫ്രം നൈജീരിയ, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരമൂല്യമുള്ള നടനായി അദ്ദേഹം ഉയർന്നു. 2017-ൽ പറവ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനായും മാറി. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം നേടിയ സൗബിന്റെ മികച്ച കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ.